ഹായ് മക്കളെ, വെൽക്കം ടു ജൂപോൺ. USSന് വേണ്ടി വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മാത്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സ്പീഡ് മാത്ത് അല്ലെങ്കിൽ വേഗതയുടെ കണക്ക്. നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? സോ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കുറച്ച് ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ആദ്യം പറയും. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. റെഡി ആണല്ലോ? സോ സാർ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്? ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്താണെന്നുള്ളതാണ്. നോക്കിക്കടാ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് സംഭവം എത്രയേ ഉള്ളൂ, ശരാശരി വേഗത എന്ന് നമ്മൾ പറയാം. ശരാശരി വേഗത എന്താ? ശരാശരി വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളെ ഒരു കാറോ ബസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചോ, അതൊരു ദൂരം സഞ്ചരിച്ചു. ഇപ്പൊ 10 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചതെങ്കിൽ 10 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചതെങ്കിൽ ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുക്കും. അപ്പൊ സഞ്ചരിച്ച ദൂരം ബൈ സമയം, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണോ അതാണ് എന്ത്, നിങ്ങളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ അധികം പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ ഓക്കെ ആണല്ലോ? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, സഞ്ചരിച്ച ദൂരം ബൈ സമയം. ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക കേട്ടോ. എന്താ വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ച ദൂരം ബൈ സമയം, സഞ്ചരിച്ച ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഓക്കെ സാർ, അങ്ങനെയാണ്. അടുത്ത കാര്യം നോക്കിക്കേ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് വേഗത തരിക മീറ്റർ പെർ സെക്കൻഡിലോ കിലോമീറ്റർ പെർ ഹവറിലോ 2 യൂണിറ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. രണ്ടാണെങ്കിലും നമ്മുടെ പ്രോബ്ലത്തിൽ തരുന്ന യൂണിറ്റുകൾക്ക് അനുസരിച്ച് നമ്മൾ മാറ്റണം. നോക്കിക്കേ, യൂണിറ്റ് ഓഫ് സ്പീഡ്, സ്പീഡിന്റെ യൂണിറ്റ് ഓഫ് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. ഒന്നെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആലോചിച്ച് വെക്കുക. റെഡിയാണ്? സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് വേഗത തരുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 സാർ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോമീറ്റർ പെർ ഹവറിലുള്ള ഒരു സംഭവം മീറ്റർ പെർ സെക്കൻഡിലേക്കാവും. കിലോമീറ്റർ പെർ ഹവറിലുള്ള വേഗത മീറ്റർ പെർ സെക്കൻഡിലേക്കാകും. അങ്ങനെയാണെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. 5/18 അല്ല 18/5 തല തിരിഞ്ഞില്ലേ? അപ്പൊ നോക്കിക്കടാ, മീറ്റർ പെർ സെക്കൻഡിലുള്ള വേഗത കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സാർ? 18/5. ഗോട്ട് ഇറ്റ്? 18/5 18/5. അപ്പൊ ഈ കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ട് കാര്യം പഠിച്ചു. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ബൈ ടൈം അത്ര മതി. ദൂരം ബൈ സമയം അത്ര മതി. ഇനി വേഗത കിലോമീറ്റർ പെർ ഹവർ ആണ്, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മീറ്റർ പെർ സെക്കൻഡിലാണ്, കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ സാർ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ബസ്സോ കാറോ എന്തോന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള കാറല്ല, ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വരെ എത്തി. ആൻഡ് ഇതാണ് ഇതിന്റെ കറക്റ്റ് പകുതി. അപ്പൊ പകുതി ദൂരം ഇത് സഞ്ചരിച്ചത് എക്സ് വേഗതയിലാണ്. എന്തെങ്കിലും ആവട്ടെ, എക്സ് കിലോമീറ്റർ പെർ ഹവറോ എക്സ് മീറ്റർ പെർ സെക്കൻഡോ, എക്സിലാണെന്ന് വിചാരിച്ചോ. കിലോമീറ്റർ പെർ ഹവർ എന്ന് കൊടുത്തു. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടോ. ഈ പകുതിക്ക് ശേഷം അതൊന്ന് സ്പീഡ് കൂട്ടി അല്ലെ ഒന്ന് സ്പീഡ് കുറച്ചു, വൈ വേഗതയിലും എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു വേഗതയിലും ഇവിടെ മുതൽ ഇവിടെ വരെ വേറൊരു വേഗതയിലും ആണ് അത് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. എന്താണ് സാർ? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു പകുതി ഒരു സ്പീഡിലും അതിന് ശേഷമുള്ള പകുതി വേറൊരു സ്പീഡിലും ആണെങ്കിൽ വേഗത എങ്ങനെയാ സാർ കണക്കാക്കുക? രണ്ട് വേഗത അല്ലേ, രണ്ട് ഡിഫറെന്റ് വേഗത അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ ശരാശരി വേഗത കണക്കാക്കുക? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. എന്താ സാറേ? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ ആണ് സാർ. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി, നേരത്തെ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഞാൻ വെറുതെ ഒന്നുകൂടി ഇതാണ്. സ്പീഡ് ഈക്വൽ ടു സാർ എന്തായിരുന്നു? സ്പീഡ് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതായിരുന്നു എന്ത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് അറിയാം അല്ലേ? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. അത് നിങ്ങൾക്ക് അറിയാം, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാം കേട്ടോ. സോ ഇനി അടുത്ത നോക്കിക്കോ. നിങ്ങൾ എപ്പോഴും മാത്സിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇക്വേഷന്റെ അപ്പുറത്ത് ബൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇക്വേഷന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് ഇൻറ്റു ആവും. അങ്ങനെയാണ് നോക്ക്. ഈ ബൈ ടൈം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ടൈം ആവും എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്നറിയോ? ഡിസ്റ്റൻസ് അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ സ്പീഡ്. ഈ ബൈ ടൈം ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ടൈം ആവും. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം എന്നാവും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. സ്പീഡ് ഇൻറ്റു ടൈം. ഇനി അതേപോലെ തന്നെ ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. നമുക്ക് അഥവാ വേണ്ടത്
ടൈമാന്ന് വിചാരിച്ചോ. ഈ ടൈം ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഈ സ്പീഡ് ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ടൈം ഈക്വൽ ടു ഇങ്ങനെ കിട്ടുക നിങ്ങൾക്ക്, സ്പീഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. റെഡി? അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും മറക്കരുത്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ എഴുതിയ അതേ ഇക്വേഷനാ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. അതായത് വേഗത ഇൻറ്റു സമയം. അതാണ് എന്താടാ നിങ്ങളുടെ സഞ്ചരിച്ച ദൂരം. സാർ അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? സ്പീഡ് കാണണമെങ്കിൽ ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് കാണണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം, വേഗത ഇൻറ്റു സമയം. ഇനി സമയമാണ് കാണേണ്ടതെങ്കിലോ സ്പീഡ് ബൈ ഡിസ്റ്റൻസ്. ഇതല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റെഡി? സ്പീഡ് ബൈ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആട്ടോ. റെഡി? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, കാരണം സ്പീഡാണ് ഇങ്ങോട്ട് വരിക. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ് വരിക. ഓക്കെ, റെഡിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ ആണ്. സോ സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. റെഡി സാർ? അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യങ്ങൾ ചെയ്യാം. നോക്കിക്കോ. A car completes a journey in 11 hours if the first half of the journey is traveled at speed of 50 km/h and remaining half 60. അതായത് ഒരു കാർ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ സഞ്ചരിച്ചു. പകുതി ദൂരം സഞ്ചരിച്ചത് 50 km/h. അതേപോലെ തന്നെ അടുത്ത ഹാഫ് സഞ്ചരിച്ചത് 60 km/h. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ സാർ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ ജേർണി? എത്ര സമയം എടുത്ത്? 11 മണിക്കൂർ എടുത്തു. അപ്പൊ 2 വേഗത ഉള്ളത്. അപ്പൊ ഇതിന്റെ ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിന്റെ ആവറേജ് സ്പീഡ് കാണുക? എടാ ഒന്ന് പറഞ്ഞു തന്നെ, എല്ലാവർക്കും അറിയാവുന്നതാ. സാർ ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാ. ശരാശരി വേഗത, ആവറേജ് സ്പീഡ്. എടാ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇത് ഒരു പകുതി ഒരു സ്പീഡും രണ്ടാമത്തെ പകുതി രണ്ടാമത്തെ സ്പീഡും ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എന്താ? 2xy ഡിവൈഡഡ് ബൈ x + y എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക? 2 × x 60 ആൻഡ് അടുത്തത് എന്താ? y 50. എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ x 50 അല്ലേ കൊടുത്താൽ, അങ്ങനെ തന്നെ കൊടുക്കാം. 50 × 60 രണ്ടും കണക്കാട്ടോ, ഡിവൈഡഡ് ബൈ 50 + 60. അങ്ങനെയാണ് നോക്കടാ. ആൻസർ വളരെ സിമ്പിളാ. 2 × 50 നിങ്ങൾ ഗുണിച്ച് നോക്കണം. 2 × 50, 2 × 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 അല്ലേ? അപ്പൊ 10ന്റെ കൂടെ ഒരു 0 കൂടി, അപ്പൊ 100. 100 × 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 × 6 600. അപ്പൊ 600ന് ശേഷം എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ സംഭവം സിമ്പിൾ ആയിട്ട് ഇത്ര ചെയ്താൽ മതിടാ. 2 × 5 10, 10 × 6 60. പിന്നെ എത്ര 0 ഉണ്ട് ക്വസ്റ്റ്യനിൽ? 2 0. അപ്പൊ 60ന് ശേഷം 2 0 കൂടി അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഡിവൈഡഡ് ബൈ 50 + 60 എന്ന് പറഞ്ഞാൽ 110. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഒരു ഈസി കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു 0 ഇവിടുന്നും ഒരു 0 ഇവിടുന്നും വെട്ടാം. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് അറിയാടാ. നോക്കിക്കേ, 600/11. വേഗത അല്ലേ ചോദിച്ചത്? km/h. ഇതാണ് നിങ്ങളുടെ വേഗത. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ചോദ്യത്തിലേക്ക് വരാം. സാർ എന്താണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത്? എന്താണ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ ജേർണി? ആകെ സഞ്ചരിച്ച ദൂരം എത്ര? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ നോക്കിക്കേ. ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, സ്പീഡ് ഇൻറ്റു ടൈം ആണ് നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് നോക്ക്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വേഗത, സ്പീഡ് ഇൻറ്റു സമയം, ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം, വേഗത ഇൻറ്റു സമയം. സാർ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞത്? 600/11. എത്ര ഹവറാ സാറ് ടൈം പറഞ്ഞത്? ടൈം പറഞ്ഞത് നോക്കിക്കേടാ, 11 മണിക്കൂറാ സാർ. 11 മണിക്കൂർ. അപ്പൊ ഇവിടെ ഒരു 11 കൂടി ഇട്ട് കൊടുത്താൽ മതി. ഈ 11 മുകളിൽ നിന്നും താഴത്തുനിന്നും 11 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഈ 11 ക്യാൻസൽ ചെയ്ത സാർ ആൻസർ എന്താ? 600. 600. അപ്പൊ എന്താ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ കിലോമീറ്ററിലല്ലേ എല്ലാം തന്നത്. അപ്പൊ 600 കിലോമീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ഉണ്ട് സാറേ, എന്താ 600 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ സാർ, അടിപൊളി. മനസ്സിലായല്ലോ? സംഭവം ഈസി അല്ലേ? ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 meter takes 10 seconds to pass a post. What is the speed of the train in km/h? അവിടെയാണ് പ്രശ്നം. km/h ട്രെയിനിന്റെ സ്പീഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ? km/h. ഇവിടെ തന്ന യൂണിറ്റുകൾ നോക്കി. മീറ്റർ ആണ് ഇത്. 10 സെക്കൻഡ്. മീറ്ററും സെക്കൻഡും. എന്തായാലും നമ്മൾ m/s വേഗത കിട്ടുമല്ലോ. എന്നിട്ട് അതിനെ km/h ആക്കണമെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് അതേപോലെ ഒന്ന് ചെയ്തു നോക്കാം, ഒരു പ്രശ്നവുമില്ല. നോക്കിക്കേടാ, 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി, അതായത് ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ഒരു തീവണ്ടി ഞാൻ നമ്മളൊരു നല്ലൊരു അടിപൊളി തീവണ്ടിയൊക്കെ വരയ്ക്കുന്നുണ്ട്. തീവണ്ടി ഇവിടെ വരെ എത്തി.
അപ്പൊ ആ ഒരു പോസ്റ്റിന്റെ തൊട്ട് ബാക്കിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്ററാ. ഇത് പാസ് ചെയ്ത് പോവണമെങ്കിൽ നമ്മളോട് പറഞ്ഞത് 10 സെക്കൻഡ് എടുക്കുന്ന. അപ്പൊ ഇത് പാസ് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അതെന്താ അതിന്റെ അർത്ഥം? ഇപ്പൊ നിങ്ങളുടെ ട്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇത് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ മുതൽ ഇതിന്റെ ലാസ്റ്റ് ബോഗി ഈ പോസ്റ്റ് കഴിഞ്ഞ് പോകണം. അപ്പം മാത്രമേ ഇതെന്താവും പാസ് ചെയ്ത് പോകും. അപ്പൊ ഇത് പാസ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? അതായത് ഇവിടെ ഉള്ള ട്രെയിൻ ഇപ്പം ഇവിടെ എത്തണമെങ്കിൽ 10 സെക്കൻഡ് എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇവിടെ എത്തണമെങ്കിൽ 10 സെക്കൻഡ് എടുത്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇത് സഞ്ചരിച്ച ദൂരമാണ് നോക്കേണ്ടത്, ഡിസ്റ്റൻസ്. ഫസ്റ്റ് സഞ്ചരിച്ച ദൂരം വേണ്ടത്. സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് തന്നെയല്ലേ? അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 200 മീറ്റർ ആണ് ആ ട്രെയിനിന്റെ ലെങ്ത്. ഇവിടാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് ഇവിടെ വരെ എത്തണമെങ്കിൽ ആ ട്രെയിനിന്റെ ബാക്ക് ഭാഗം ഇത് കഴിഞ്ഞു പോകണം. അപ്പൊ അത് പാസ് ചെയ്യണമെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് മൊത്തം കഴിഞ്ഞു പോകണം. വിച്ച് മീൻസ് ആ ട്രെയിനിന്റെ ലെങ്ത് ആണ് 200 മീറ്റർ. അത് തന്നെയാണ് സഞ്ചരിച്ച ദൂരവും. ആൻഡ് ടൈം അതെടുത്ത സമയം എത്ര? 10 സെക്കൻഡ്. അങ്ങനെ നമുക്ക് വേണ്ടത് എന്താ? സ്പീഡ് അല്ലേ? സ്പീഡ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമിനാണ് നമ്മൾ എന്ത് പറയാ? സ്പീഡ് എന്ന് പറയാം. അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കടാ. ഡിസ്റ്റൻസ് 200 സാർ, ഓക്കെ. ടൈം എത്രയാ? 10. അപ്പൊ 200/10 സിമ്പിൾ അല്ലേ? 0 0 കട്ട് ചെയ്താൽ പോരെ. അപ്പൊ ആൻസർ എന്താ വരിക? 20/1 എന്നല്ലേ വരിക? നോക്കിക്കേ, നിങ്ങൾ 0 0 കട്ട് ചെയ്യും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഹരിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ 20/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ സാർ? 20/1 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു നിങ്ങളുടെ കറക്റ്റ് ആൻസർ. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താ? മീറ്റർ പെർ സെക്കൻഡിലല്ല വേണ്ടത്. നമുക്ക് എന്ത് വേണം? കിലോമീറ്റർ പെർ ഹവറിലേക്ക് വാങ്ങണം. അപ്പൊ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് സാറിന് പറഞ്ഞത്? മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിന് നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നിങ്ങൾക്ക് എന്താണോ മീറ്റർ പെർ സെക്കൻഡ് തന്നത് അതിന് നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് നോക്ക്. 20 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കടാ സാർ, ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം? USS അല്ലേ, ഞങ്ങൾ കുറച്ച് ട്രിക്കൊക്കെ വേണ്ടേ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇത് 20 18 മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കും. ചെയ്യരുത്. ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയോ? 20ന് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റും. 20/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. 20ൽ എത്ര 5 ഉണ്ട്? 4. 5ൽ ഒരു 5 മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്ക്, 4ഉം 18 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 4 × 18 4 × 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 72, അതായത് 72 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ ആൻസർ എത്രയാ സാർ? 72. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, 72 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ ഇതാണ് കറക്റ്റ്. റെഡി? ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി കിലോമീറ്റർ വിൽ എ കാർ ട്രാവൽ അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 hours? പെട്ട്. കിലോമീറ്റർ ആണ് ചോദിച്ചത്. 2 ഹവറിൽ തന്നിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡിലാണ് വേഗത ഉള്ളത്. നമ്മളോട് ചോദിച്ചത് എത്ര ദൂരം എടുക്കുന്ന, അതായത് ഡിസ്റ്റൻസ് വേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് സാർ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ശരിയല്ലേ? സ്പീഡ് വേഗത ഇൻറ്റു സമയമാണ് ഡിസ്റ്റൻസ്. അപ്പൊ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡില്ല, ശരിയല്ലേ? മീറ്റർ പെർ സെക്കൻഡിൽ. ആൻഡ് നിങ്ങളുടെ ടൈം നോക്കിക്കേ, ടൈം 2 hours ഹവറിലും ഉള്ളത്. അപ്പൊ എല്ലാം കിലോമീറ്റർ പെർ ഹവറിലാവണം. കാരണം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്ന ചോദ്യം. സോ ഈസിയാണ്, ഇത് ഈസിയാ സാർ. അതെങ്ങനെയാന്നല്ലേ? നോക്ക്, 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? ഈ 20നെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കണമെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഇത്രയും കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കടാ. 20ഉം 5ഉം കട്ട് ചെയ്തിട്ടുണ്ട് 4 × 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? 4 × 18 സാർ, 18 36 72 72. അപ്പൊ 72 കിലോമീറ്റർ പെർ ഹവർ ആണ് ആർക്ക് ഈക്വൽ ആയിട്ടുള്ളത്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ എപ്പോഴും യൂണിറ്റ് ഒക്കെ സെയിം ആയിരിക്കണം. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ എന്താ കൊടുക്കുക? സ്പീഡിന് പകരം 72 കൊടുക്കും. 72. ടൈമിന് പകരം എത്ര ഹവറാ? 2. അപ്പൊ 72 × 2 2 × 2 4 2 × 7 എന്ന് പറഞ്ഞാൽ 14. അപ്പൊ 144 ആയിരിക്കും എന്ത്? നിങ്ങളുടെ ദൂരം, അതായത് കിലോമീറ്റർ. ഓക്കെ സാർ, ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. നോക്കിക്കേ, 144 കിലോമീറ്റർ. കിട്ടിയില്ലേ? എത്ര സിമ്പിൾ ആയുള്ള കാര്യ. ഈസിയാണ് ഇതൊക്കെ ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനസ്സിലായല്ലോ അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ എന്നാല്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പേഴ്സൺ ട്രാവലിംഗ് അറ്റ് ആൻ ആവറേജ് ഓഫ് 12 കിലോമീറ്റർ പെർ ഹവർ? 12 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓൺ എ ബൈസിക്കിൾ ഇഫ് ഹി റീച്ചസ് ദ ടൗൺ ഇൻ 2 hours. ഇത് സിമ്പിൾ ആയി പോയല്ലോ. ഡിസ്റ്റൻസ്, വേഗത, സ്പീഡ് തന്നിട്ടുണ്ട്.
സമയവും തന്നിട്ടുണ്ട്. എടാ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം, വേഗത ഇൻറ്റു സമയം. സ്പീഡ് എത്രയാണ് ഇവിടെ തന്നത്? എത്ര സ്പീഡിൽ അയാൾ പോയത്? ഇവിടെ കിലോമീറ്റർ പെർ ഹവർ ആണ്, ഇവിടെ ഹവർ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. 12 കിലോമീറ്റർ. സ്പീഡ് എന്ന് പറയുന്നത് 12 കിലോമീറ്റർ പെർ ഹവർ. ടൈം എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 12 ഇൻറ്റു 2 എത്രയാ? 24. അപ്പോൾ എത്രയായിരിക്കും? 24 കിലോമീറ്റർ ആയിരിക്കും അയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ നോക്കിക്കേടാ, 24 കിലോമീറ്റർ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി. ഈസി ആണല്ലോ, നോക്കിക്കേ, കിട്ടുന്നുണ്ടല്ലേ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. ഹൗ മെനി ഹവേഴ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ ബസ് ട്രാവലിംഗ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ ഹവർ ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 600 കിലോമീറ്റർ? അതായത് എത്ര സമയമെടുക്കും? എത്ര സമയം ഹൗ മെനി ഹവേഴ്സാ ചോദിച്ചത്. കിലോമീറ്റർ പെർ ഹവറിൽ സ്പീഡ് തന്നിട്ടുണ്ട്, കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ടൈമാണ് വേണ്ടത്. സാർ ടൈമിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ടൈം ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്താണോ അത് ഡിവൈഡഡ് ബൈ എന്താ സാർ പിന്നെ ചെയ്യേണ്ടത്? സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതാ നോക്ക്, സമയം ഈക്വൽ ടു ഡിസ്റ്റൻസ്, അത് സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ സാർ? വേഗത. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിന്റെ ആൻസർ ചെയ്യുക? ഈസി അല്ലേ? ഇതിപ്പോ വളരെ സിമ്പിൾ ആയി പോയില്ലേ? ടൈം, ഡിസ്റ്റൻസ് എത്രയാ? 600 കിലോമീറ്റർ. എത്ര ദൂരം സഞ്ചരിച്ചത് സാർ? 600 കിലോമീറ്റർ. അപ്പോൾ അത് 600 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം നമ്മൾ? ഈസി ആയിട്ട് ഈ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡ് എത്രയാ? 30. അപ്പം ഞാൻ പറഞ്ഞ ട്രിക്ക് ആലോചിച്ച് നോക്ക്. പൂജ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വേഗം വെട്ടി കൊടുക്കണം. അവർ തമ്മിൽ ഒരിക്കലും ഒരുമിക്കൂല അല്ലേ? അങ്ങനെയാണ് നോക്ക്. 600/30. ഞാൻ പൂജ്യങ്ങൾ വെട്ടാൻ പോവാം. ഈ പൂജ്യം വെട്ടി. 60/3 ആണുള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. 60/3 എത്രയാടാ? 20. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്രയാ? 20. എത്ര മണിക്കൂർ സമയം വേണം? സമയം നല്ല കേട്ടോ, സമയം എന്നാണ്. എത്ര മണിക്കൂർ സമയം വേണം? ഓക്കെ. അപ്പോൾ എത്ര മണിക്കൂർ സമയം വേണം സാർ? 20 മണിക്കൂർ സമയം വേണം. 20 ഹവർ, 20 ഹവർ. അപ്പം നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ഏതാ നോക്കിക്കേതാ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. റെഡി? 20 മണിക്കൂർ. ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ? റെഡി സാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അങ്ങനെയാണെങ്കിൽ എ ബസ് ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ ഹവർ ആൻഡ് എ കാർ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ ഹവർ ഫ്രം ദി സെയിം പ്ലേസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 വെഹിക്കിൾസ് ആഫ്റ്റർ 5 hours? അതായത് ഒരു ബസ്സും ഒരു കാറും രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി. ബസ് 30 കിലോമീറ്ററിലും കാർ 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 5 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം എന്ത്? അപ്പോൾ അകലം കണ്ടെത്തണമെങ്കിൽ ആദ്യം ഇവർ രണ്ടാളും എത്ര ദൂരം സഞ്ചരിച്ചെന്ന് അറിയണം. എങ്കിലല്ല ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നമുക്ക്. അപ്പോൾ കാറ് സഞ്ചരിച്ച ദൂരം, കാറ് ആൻഡ് ബസ് രണ്ടും സഞ്ചരിച്ച ദൂരം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. രണ്ടാളും ഒരേ സ്ഥലത്തു നിന്നാണ് ഒരേ ഡയറക്ഷനിലേക്കാണ് പോയത്. ഫസ്റ്റ് ഇത് കാറ്, രണ്ടാമത് പോയത് ബസ്. കാർ ഇങ്ങനെ പോകുന്നുണ്ട്, ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം, ഈ ചോദ്യം ചെയ്ത് നോക്കാം. കാറ് സഞ്ചരിച്ച ദൂരം, കാറ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം. കാറ് സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് ശരിയല്ലേ? ബസ് 30, കാർ 40. ഓക്കെ, 40 ഇൻറ്റു ആൻഡ് ടൈം രണ്ട് ആളും എടുത്തത് 5 മണിക്കൂർ. 5 മണിക്കൂറിന് ശേഷം എത്ര ഉണ്ടാവുന്ന? അപ്പൊ 40 ഇൻറ്റു 5 ഇത് നിങ്ങൾ ഗുണിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 200 കിട്ടുക. അതായത് 200 കിലോമീറ്റർ ഇപ്പൊ സഞ്ചരിച്ചിട്ടുണ്ടാവും ആര്? കാറ്. അപ്പൊ കാറ് സഞ്ചരിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് 200 കിലോമീറ്റർ എത്തി. 200 കിലോമീറ്റർ എത്തി. ഓക്കെ, അടിപൊളി. 200 കിലോമീറ്റർ കാറ് സഞ്ചരിച്ചു. ഇനി ബസ്സിൻ്റെതാണ് നോക്കേണ്ടത്. ബസ്സിന്റെ ദൂരം നോക്കിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം കേട്ടോ. ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതായത് വേഗത ഇൻറ്റു സമയം. അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കടാ. ബസ് സഞ്ചരിച്ച സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 ആണെന്നാ പറഞ്ഞത് സാറേ. 30 സമയം എന്തായാലും രണ്ടിലും 5 മണിക്കൂർ അല്ലേ? അപ്പൊ നമുക്ക് 30 ഇൻറ്റു 5 3 ഇൻറ്റു 5 ചെയ്താൽ മതി, 15. പിന്നെ ചോദ്യത്തിൽ ഒരു 0 ഉള്ളത് 150. അങ്ങനെ ചെയ്താൽ മതി ഗുണനങ്ങളൊക്കെ. സോ 150 കിലോമീറ്റർ ആയിരിക്കും എന്ത് നിങ്ങളുടെ ബസ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ബസ് സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ? 150 കിലോമീറ്റർ. ഇവിടെ 150 കിലോമീറ്റർ, ഇവിടെ 200 കിലോമീറ്റർ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇത് എത്ര കിലോമീറ്റർ? 150 നിന്ന് 200 150 നിന്ന് 200 എത്താൻ എത്ര ഉണ്ടടാ? 200 നിന്ന് 150 കുറച്ച് നോക്ക്, എത്രയാ? 50 കിലോമീറ്റർ. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ എത്രയാ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള അകലം എത്രയാ? 50 കിലോമീറ്റർ. ഈസി
ഗോട്ട് ഇറ്റ്? ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇഫ് എ പേഴ്സൺ സ്റ്റാർട്ട്സ് അറ്റ് 8 AM ആൻഡ് reaches a distance of 90 km at 9:30 AM, how fast should he travel? അപ്പോൾ സ്പീഡാണ് വേണ്ടത്. സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് അതായത് വേഗത വേണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടത്? ഡിസ്റ്റൻസ്, സഞ്ചരിച്ച ദൂരം വേണം. ഓക്കെ, ദൂരം ഡിവൈഡഡ് ബൈ അതെടുത്ത ടൈം വേണം, സമയം വേണം. അങ്ങനെയാണ് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. എത്ര ഡിസ്റ്റൻസാണ് കവർ ചെയ്തത്? 90. ശരിയല്ലേ? അപ്പോൾ ആ സ്പീഡ് കണ്ടെത്താൻ വളരെ ഈസിയാണെന്ന് ഞാൻ പറഞ്ഞു. സ്പീഡ്, സഞ്ചരിച്ച ദൂരം സാർ 90 ഡിവൈഡഡ് ബൈ ടൈം എപ്പോഴാ നോക്ക്. 8 മണിക്ക് തുടങ്ങിയിട്ട് 9:30 എത്തിയത്. അപ്പൊ എത്ര മണിക്കൂർ ഉണ്ടാവും? 8 മണി മുതൽ 9:30 വരെ. 8 മണി എന്ന് പറയുമ്പോൾ 80 AM to 9:30 AM. ഇതിന്റെ ഇടയിൽ എത്ര മണിക്കൂറുണ്ട് നോക്ക്? 8 മുതൽ 9:30 വരെ 1.5 മണിക്കൂറുണ്ട്. അതായത് 1.5 ഹവർ എന്ന് എഴുതാം നമുക്ക്. ശരിയല്ലേ? 1.5 മണിക്കൂർ 1.5 ഹവർ അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെയാണ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ എന്താ? 1.5. ഇവിടെ പോയിന്റ് വരുമ്പോൾ ഗുണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നോക്ക്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 1 ശേഷം ഒരു 0 വരുന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെറുതെ താഴത്ത് മാത്രം ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്റർ ഛേദത്തിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അംശം ന്യൂമറേറ്ററിലും ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. നോക്ക്, ഈസിയാ സാറേ. നോക്കിക്കേ, ഞാനിപ്പോൾ ഈ പോയിന്റ് ഒഴിവാക്കാനാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പോയിന്റ് അങ്ങ് ഒഴിവാകും. പോയിന്റ് ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നമ്പർ വരിക? 15 എന്നാവും. ഓക്കെ, 90 ഒരു 10 കൂടി കൂട്ടിയാൽ 90 കഴിഞ്ഞിട്ട് ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ 900. ഇത് നിങ്ങൾക്ക് ഹരിച്ചു നോക്കാൻ പറ്റും. 900/15. ഇതൊക്കെ സിമ്പിളായുള്ള കാര്യമല്ലേ? ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 900/15. 9ൽ 15 പോകില്ല. 90ൽ എത്ര 15 പോകും? 15 30. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 6 എണ്ണം പോകും. 6 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ദാ ശിഷ്ടം 0. പിന്നെ ഒരു 0 കൂടി ഇവിടെ അല്ലേ? അത് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതിയിട്ടും കാര്യമില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? 60. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടും? 60. അതായത് ഇത് സഞ്ചരിച്ച സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h. ഓക്കെ, റെഡി. എല്ലാ കിലോമീറ്ററിലും ഹവറിലും അല്ലായിരുന്നു തന്നത്. യെസ്, അങ്ങനെയാണ് 60 km/h. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ USSനൊക്കെ വളരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ. തീർച്ചയായിട്ടും USS നമുക്ക് കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട് നിങ്ങൾക്ക് നേടിത്തരിക. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.